ടിക്കറ്റ് ഫിനാലയിലെ ടാസ്ക് 6, അതായത് പൂച്ചയ്ക്ക് ആര് മണി കിട്ടും എന്നുള്ളതായിരുന്നു ടാസ്ക്. പൂച്ചയ്ക്ക് മണി കിട്ടിയാൽ മാത്രം പോരാട്ടോ, അവിടെ ടങ് ട്വിസ്റ്റർ ഉണ്ട്. അവിടെ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ടങ് ട്വിസ്റ്റർ വേർഡ് പറയണമെന്നുള്ളത്. അതിൽ ആദ്യത്തെ റൗണ്ടിൽ മാലയിട്ടിട്ട് ആദ്യത്തെ റൗണ്ടിൽ പറയുന്ന ആൾക്ക് 1 പോയിന്റ്, സെക്കൻഡ് റൗണ്ടിൽ ഫസ്റ്റ് മാലയിട്ടിട്ട് പറയുന്ന ആൾക്ക് 2 പോയിന്റ്, തേർഡ് റൗണ്ടിൽ മാലയിട്ടിട്ട് പറയുന്ന ആൾക്ക് 3 പോയിന്റ്. ഇതായിരുന്നു അവിടെ കണക്ക് പ്രകാരം. അവിടെ ഫസ്റ്റ് റൗണ്ടിൽ ആദ്യം മാലയിട്ടത് അവിടെ ഋഷിയായിരുന്നു. ഋഷി അവിടെ കൃത്യമായിട്ട് പറഞ്ഞു റെഡ് ബൾബ്, ബ്ലൂ ബൾബ്, ബ്ലൂ ബൾബ്, റെഡ് ബൾബ്. ഇതായിരുന്നു അവിടെ ഋഷിക്ക് പറയാനായിട്ടുണ്ടായിരുന്നത്. ഋഷി അത് കൃത്യമായിട്ട് പറഞ്ഞു. ഋഷിക്ക് അങ്ങനെ 1 പോയിന്റ് കിട്ടി. രണ്ടാമത്തെ റൗണ്ടിൽ അവിടെ ഫസ്റ്റ് മാല ഇട്ടത് ജാസ്മിൻ ആണ്. പക്ഷെ ജാസ്മിൻ അത് പറയാനായിട്ട് പറ്റിയില്ല. രണ്ടാമത് മാല ഇട്ടത് നന്ദനയായിരുന്നു. നന്ദനയ്ക്കും അത് പറയാനായിട്ട് സാധിച്ചില്ല. അത് കഴിഞ്ഞ് ജിൻഡോയായിരുന്നു. ജിൻഡോയ്ക്കും പറയാനായിട്ട് സാധിച്ചില്ല സെക്കൻഡ് റൗണ്ടിൽ. പിന്നെ മാല ഇട്ടത് വീണ്ടും ഋഷിയായിരുന്നു. ഋഷി അവിടെ കൃത്യമായിട്ട് പറഞ്ഞു ഒളരിയിൽ മുരളി കളരി പഠിക്കാൻ പോയി എന്നുള്ളതായിരുന്നു. അത് കൃത്യമായിട്ട് ഋഷി അവിടെ പറഞ്ഞു. അപ്പോൾ ഋഷിക്ക് 2 പോയിന്റ് കിട്ടി. അങ്ങനെ ഋഷിക്ക് 3 പോയിന്റ് അങ്ങനെ ഋഷിക്ക് കിട്ടി. മൂന്നാമത്തെ റൗണ്ട് പുലർച്ചെ 2:30 എന്തായാലും നടക്കുന്നത്. ആ പുലർച്ചെ 2:30 നടക്കുന്ന സമയത്ത് അവിടെ ഫസ്റ്റ് മാല ഇട്ടത് നന്ദനയായിരുന്നു. നന്ദനയെ കൊണ്ട് പറയാനായിട്ട് സാധിച്ചില്ല. സെക്കൻഡ് മാല ഇട്ടത് അവിടെ ശ്രീതു ആയിരുന്നു. ശ്രീതു അത് വളരെ കൃത്യമായിട്ട് പറഞ്ഞു. അരുതരുത് കുതിരെ, മുതിരരുത് കുതിരെ, അതിരിലെ മുതിര തിന്നാൻ മുതിരരുത് കുതിരെ. ഇതായിരുന്നു മൂന്നാമത്തെ ടങ് ട്വിസ്റ്റർ. വളരെ മനോഹരമായിട്ട് അവിടെ ശ്രീതു പറഞ്ഞു. ശ്രീതുവിനെ പഠിപ്പിച്ചു കൊടുത്തത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നന്ദനയും ജാസ്മിനും ഒക്കെ ചേർന്നായിരുന്നു. പക്ഷെ നന്ദന ഇത്ര കൃത്യമായിട്ട് ശ്രീതുവിനെ പഠിപ്പിച്ചു കൊടുത്തിട്ടും അവിടെ നന്ദനയ്ക്ക് പറയാനായിട്ട് പറ്റിയില്ല. നന്ദന പറയാൻ നോക്കിയപ്പോൾ അത് തെറ്റിപ്പോയി. 2-3 തവണ പറയാൻ നോക്കി, മൊത്തത്തിൽ തെറ്റിപ്പോയി. പക്ഷെ രണ്ടാമതായിട്ട് ശ്രീതു അവിടെ പറഞ്ഞു. ശ്രീതുവിന് മൂന്നാമത്തെ റൗണ്ട് ആയതുകൊണ്ട് 3 പോയിന്റ് ലഭിച്ചു. അങ്ങനെ 2 പേർക്ക് 3 പോയിന്റ് ലഭിച്ചു. ഋഷിക്ക് 3 പോയിന്റ് ലഭിച്ചു, ശ്രീധുവിന് 3 പോയിന്റ് ലഭിച്ചു. അപ്പൊ ശ്രീധുവിന് ഇതുവരെ പോയിന്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ശ്രീധുവിന് 3 പോയിന്റ് കിട്ടിയിരിക്കുകയാണ്. ഓൾറെഡി ഋഷിക്ക് 2 പോയിന്റ് ഉണ്ടായിരുന്നു. ഇപ്പൊ 3 പോയിന്റ് കിട്ടി. അങ്ങനെ 5 പോയിന്റ് ആയിരിക്കാണ് ഋഷിക്ക്.